കോഴിക്കോട്ടേക്ക് പോകാം. പയ്യോളി നന്ദിവളയിൽ കടപ്പുറത്ത് നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് തിരച്ചിൽ തുടരുന്നു. പീടികവളപ്പിൽ റസാക്കിനെയാണ് കാണാതായത്. സ്ഥലത്ത് എത്തിയ MLA-യോട് നാട്ടുകാരുടെ പ്രതിഷേധം. രാഹുൽ KV ഉണ്ട്. രാഹുൽ, എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? കാലാവസ്ഥ അനുകൂലമാണോ? എന്താണ് പുതിയ സംഭവവികാസങ്ങൾ? പ്രതീക്ഷ, ഇന്നലെ രാത്രിയാണ് മത്സ്യത്തൊഴിലാളിയെ റസാക്കിനെ കാണാതാകുന്നത്. 6 വള്ളങ്ങൾ, ചെറുവള്ളങ്ങളാകെ മത്സ്യബന്ധനത്തിനായി പോയതാണ്. ഇതിൽ ഒരു വള്ളത്തിൽ റസാക്കും മറ്റൊരു തൊഴിലാളിയും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ശക്തമായ മഴയും കാറ്റും അതുപോലെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടാകുന്നത്. റസാക്കിനൊപ്പം ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് പോയ മറ്റു ചെറുവള്ളങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി കാണാതാകുന്നു. അതിനുശേഷം വിവരം അറിയിച്ചിട്ടും ഈ തിരച്ചിലിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ, കോസ്റ്റ് ഗാർഡ് ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ ജനപ്രതിനിധികളായാലും വളരെ വൈകിയാണ് സ്ഥലത്തെത്തിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുകയാണ്. ഇതേ തുടർന്നാണ് സ്ഥലത്തെത്തിയ MLA അടക്കമുള്ള ജനപ്രതിനിധികളോട് അവര് വൈകാരികമായി സംസാരിച്ചത്, പ്രതിഷേധിച്ചത്. ഈ ഒരു പ്രതിഷേധം, MLA-യോടുള്ള പ്രതിഷേധം കുറച്ച് സമയം നീണ്ടു നിന്നു. എന്നാലും ഇപ്പോൾ 7 നോട്ടിക്കൽ മൈൽ അകലെ വരെ തിരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. പറഞ്ഞതുപോലെ തീരദേശ പോലീസുണ്ട്, ഫിഷറീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിച്ചു വരുന്നത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ MLA സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ.